നമസ്കാരം. കേരളത്തിൽ നിന്നും എല്ലാ ദിവസവും മൂകാംബികയിലേക്ക് പോകാനും മൂകാംബികയിൽ നിന്ന് എല്ലാ ദിവസവും കേരളത്തിലോട്ട് വരാനും സാധിക്കുന്ന ഒരേ ഒരു ഡയറക്റ്റ് ട്രെയിനെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരണമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരേ ഒരു ഡയറക്റ്റ് ട്രെയിൻ എന്ന് എടുത്തു പറയാൻ കാര്യം ഈ ട്രെയിൻ എല്ലാ ദിവസവും ഉള്ളതുകൊണ്ട് ആണ് കേട്ടോ. അല്ലാതെ ആഴ്ചയിൽ ചില ദിവസങ്ങളിലായി മാത്രം കേരളത്തിൽ നിന്ന് മൂകാംബിക വരാനും പോകാനും പല ട്രെയിനുകളുണ്ട്. എല്ലാ ദിവസവും മൂകാംബികയിലേക്ക് കേരളത്തിൽ നിന്ന് പോകാൻ സാധിക്കുന്ന ട്രെയിനിൽ നമ്മൾ ചില കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് പ്ലാൻ ചെയ്താൽ സ്റ്റേ ചെയ്യാൻ താല്പര്യമില്ലാതെ ദർശനം കഴിഞ്ഞ് അതേ ദിവസം തിരികെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു വലിയ ഉപകാരമാകും. ഇനിയിപ്പോൾ സ്റ്റേ ഉണ്ടെങ്കിൽ പോലും പ്രശ്നമില്ല. കാരണം നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ദിവസവും ഉണ്ടല്ലോ. മൂകാംബികയിലേക്ക് പോകുമ്പോൾ ഏത് സ്റ്റേഷനിൽ ഇറങ്ങിയാലാണ് എളുപ്പം എത്താവുന്നത്, സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എങ്ങനെയാണ് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്, ക്ഷേത്രത്തിലെ ദർശന സമയങ്ങൾ എങ്ങനെയാണ്, താമസ സൗകര്യങ്ങൾ എങ്ങനെയാണ്, അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. അപ്പോൾ ട്രെയിൻ വിവരം പൂർണ്ണമായി കേട്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കൂ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും എനിക്കൊരു ചെറിയ ലൈക്ക് തന്ന് സഹായിക്കണേ. ഇനിയൊട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു ട്രെയിനെ പരിചയപ്പെടാം. ഫ്രണ്ട്സ്, ഇതാണ് ആ ട്രെയിൻ നമ്പർ 16346 നേത്രാവതി എക്സ്പ്രസ്. എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ നിന്നും ആരംഭിച്ച് മുംബൈ ലോക്മാന്യ തിലക് ടെർമിനൽസ് വരെ പോകുന്ന ഈ നേത്രാവതി എക്സ്പ്രസ്സിലാണ് നമുക്ക് കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് എല്ലാ ദിവസവും പോകാനും മൂകാംബികയിൽ നിന്ന് എല്ലാ ദിവസവും തിരിച്ച് കേരളത്തിലോട്ടും വരാനും സാധിക്കുന്നത്. ട്രെയിൻ ടൈം ഞാൻ നല്ല പൂർണ്ണമായി നിങ്ങൾക്ക് വിശദീകരിച്ച് മനസ്സിലാക്കി പറഞ്ഞു തരാം. തിരുവനന്തപുരം സെൻട്രൽ നിന്നും എല്ലാ ദിവസവും രാവിലെ 9:15 ആരംഭിക്കുന്ന ട്രെയിൻ പിന്നെ സ്റ്റോപ്പ് ഉള്ളത് 9:50 വർക്കല ശിവഗിരിയാണ്. അത് കഴിഞ്ഞാൽ 10:20 കൊല്ലം ജംഗ്ഷൻ, 10:50 കരുനാഗപ്പള്ളി, 11:10 കായംകുളം ജംഗ്ഷൻ, 11:25 ഹരിപ്പാട്, 11:45 അമ്പലപ്പുഴ, 12:10 ആലപ്പുഴ, 12:50 ചേർത്തല, 1:45 എറണാകുളം ജംഗ്ഷൻ, 2:15 ആലുവ, 3:15 തൃശ്ശൂർ, 4:20 ഷൊർണൂർ ജംഗ്ഷൻ, 5 മണിക്ക് കുറ്റിപ്പുറം, 5:20 തിരൂര്, 5:30 പരപ്പനങ്ങാടി, 6 മണിക്ക് കോഴിക്കോട്, 6:40 വടകര, 7 മണിക്ക് തലശ്ശേരി, 7:30 കണ്ണൂര്, 7:50 കണ്ണപുരം, 8:05 പയ്യന്നൂര്, 8:25 ചെറുവത്തൂര്, 8:30 നീലേശ്വരം, 8:50 കാഞ്ഞങ്ങാട്, 9 മണിക്ക് കാസർഗോഡ്. അതായത് രാത്രി 9 മണിക്ക് കാസർഗോഡ് എത്തിക്കഴിഞ്ഞാൽ ഈ ട്രെയിൻ കേരളത്തിലുള്ള സ്റ്റോപ്പുകൾ കഴിഞ്ഞു. പിന്നെ രാത്രി 10:45 മാംഗ്ലൂർ ജംഗ്ഷൻ, 11:30 സുറത്കൽ കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞു. പിന്നെ അടുത്ത ദിവസം അർദ്ധരാത്രി 12:20 ഉടുപ്പി, 12:50 കുന്താപുര, 1:20 ബൈന്ദൂർ മൂകാംബിക റോഡ് എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തും. അതായത് അർദ്ധരാത്രി 1:20 ബൈന്ദൂർ മൂകാംബിക സ്റ്റേഷൻ. ഇതാണ് നമ്മൾ കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകുമ്പോൾ ഏറ്റവും അടുത്തുള്ള സ്റ്റേഷൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സമയത്ത്, അതായത് ഈ അർദ്ധരാത്രി 1:20 നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് പിന്നെ എങ്ങനെയാണ് പോകുന്നത്? സാധാരണ നമ്മൾ ഒരു 6 മണി 7 മണി സമയത്തൊക്കെയാണ് എത്തുന്നതെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ബസ്സുകൾ ധാരാളം അവൈലബിൾ ആണ്. കാരണം ക്ഷേത്രത്തിലേക്ക് പോകാൻ കൂടുതലും പ്രൈവറ്റ് ബസ്സാണ് നമുക്ക് ലഭിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 600 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റാൻഡ് എത്തും, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. അവിടുന്ന് നമുക്ക് എപ്പോഴും ബസ് കിട്ടും ക്ഷേത്രത്തിലേക്ക് പോകാൻ. പക്ഷെ നമ്മൾ ഈ ട്രെയിനിൽ എത്തുന്ന സമയം അർദ്ധരാത്രി 1:20 ആ സമയത്ത് നമുക്ക് ബസ് കിട്ടത്തില്ല. ബസ് വെളുപ്പിന് ഒരു 5 മണിയെങ്കിലും ആവും സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു 3:30 ശേഷമോ 4:30 ശേഷമൊക്കെ തുടങ്ങാൻ സാധ്യതയുണ്ട്. എന്നാലും മിനിമം ഒരു 5 മണി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഈ ട്രെയിനിൽ എത്തിക്കഴിഞ്ഞാൽ 1:20 നമുക്ക് ബസ് ലഭിക്കില്ല. പകരം ഈ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഓട്ടോയും ടാക്സിയൊക്കെ ലഭിക്കും. ടാക്സിക്കൊക്കെ ഫിക്സഡ് റേറ്റ് ആണ്. 800 അല്ലെങ്കിൽ 900 രൂപ മിനിമം ആവും. അതിപ്പോൾ ഒരാളാണെങ്കിലും ഒരു കൂട്ടമാണെങ്കിലും. നമ്മളിപ്പോൾ ഒരു 8 പേരൊക്കെ ഉണ്ടെങ്കിൽ 900 രൂപ ലാഭമാണ്. 100 രൂപ വെച്ചാലും. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ആണെങ്കിലും എന്താ പറയുക, ഒരു 900 രൂപ ഓക്കെയാണ്. അവർ വലുതായിട്ട് നമ്മൾ അറച്ച് കീറി വിടത്തില്ല. ഏകദേശം 30 കിലോമീറ്ററോളം യാത്രയുണ്ട്. അതായത് ബൈന്ദൂർ സ്റ്റേഷനിൽ നമ്മൾ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് 30 കിലോമീറ്ററോളം, 1 മണിക്കൂറിന് മേളിൽ യാത്രയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടാക്സി ബുക്ക് ചെയ്ത് നേരെ പോകാവുന്നതാണ്. ഒരു 1.25 മണിക്കൂർ കൊണ്ട് നിങ്ങൾ നേരെ എവിടെ എത്തും? ക്ഷേത്രത്തിലെത്തും. ടാക്സി പിടിച്ച് ഇപ്പം 1:50 ഒരു 1:30 ആകുമ്പോഴത്തേക്കും സ്റ്റേഷനിൽ നമ്മൾ ബൈന്ദൂർ എത്തിക്കഴിഞ്ഞാൽ ഒരു 3-3:30 ആകുമ്പോൾ നമ്മൾ എവിടെ എത്തും? മൂകാംബികയിലെത്തും. അത്രയും സമയം വേണ്ട, അതിന് മുമ്പേ നമ്മൾ എത്തും. വെളുപ്പിനെ സമയത്തൊക്കെ ആയതുകൊണ്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ ടാക്സി പിടിച്ച് നിങ്ങൾ നേരെ ഒരു 3 മണിക്ക് മുമ്പ് തന്നെ എത്തിയെന്ന് വെച്ചോ. എവിടെയാണ്? നമ്മുടെ ബൈന്ദൂർ
കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേ ഉണ്ടെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നേരെ സ്റ്റേ ഓപ്ഷൻ എടുക്കാം, അങ്ങനെ പോകാം. ഇനി മുൻകൂട്ടി ബുക്ക് ചെയ്യാത്തവരാണെങ്കിൽ അവിടെ നമ്മൾ ക്ഷേത്രത്തിന് ചുറ്റുപാടും ധാരാളം ഹോട്ടലുകളുണ്ട്, കയറി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റൂം എടുക്കുക. ഇനി അതല്ല, ക്ഷേത്രത്തിൻ്റെ ദേവസ്വത്തിൻ്റെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ജഗദാംബിക ലളിതാംബിക പോലത്തുള്ള ഗസ്റ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഒഫീഷ്യലായിട്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് ക്രോമിൽ കയറി ഗൂഗിളിൽ കയറി കൊല്ലൂർ മൂകാംബിക ടെമ്പിൾ സ്റ്റേ എന്ന് പറഞ്ഞ് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. 250 രൂപയ്ക്ക് സിംഗിൾ റൂമും 500 രൂപയ്ക്ക് ഡബിൾ റൂമും കിട്ടും. നല്ല ക്ലീൻ ആൻഡ് നീറ്റൊക്കെയാണ്. അത്യാവശ്യം ചിലവ് ചുരുക്കി പോകുന്നവർക്കൊക്കെ അത് തീർച്ചയായും ഉപകാരപ്രദവും. പിന്നെ അവിടുത്തെ വെള്ളത്തിൻ്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നല്ല ശുദ്ധമായ വെള്ളമാണ്. അത് കുടിക്കാനാണെങ്കിലും കുളിക്കാനാണെങ്കിലും ഓക്കെ. ഞാനിത് എടുത്ത് പറയാൻ കാരണം ഞാൻ അവിടെ ആയിരുന്നു സ്റ്റേ, നമ്മുടെ ജഗദാംബികയിലായിരുന്നു സ്റ്റേ. അതിനെ പറ്റിയിട്ട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ദർശനത്തിന് പോയതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കാവുന്നതാണ്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ട്രെയിനിൻ്റെ ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയാത്തത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് സ്റ്റേ ഒന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ജഗദാംബികയിലുണ്ടല്ലോ, അതായത് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയുടെ വളരെ അടുത്തായിട്ടാണ് ഈ ജഗദാംബിക ഗസ്റ്റ് ഹൗസ്. അവിടെ പോയി ഫ്രഷ് ആവാനുള്ള സംവിധാനവും ഉണ്ട്. നമ്മുടെ ലഗേജ് ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കാനുള്ള സംവിധാനവും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ സ്റ്റേഷനിൽ എത്തുന്ന സമയം അർദ്ധരാത്രി 1:20 അതുകൊണ്ടാണ് ഞാൻ ടാക്സി എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത്. ഓട്ടോയെക്കാട്ടി നല്ലത് ടാക്സി തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് യാത്ര കംഫർട്ടബിളും സുഖകരവുമായിരിക്കും. ഇനി നമ്മൾ ഈ യാത്ര ചെയ്ത ട്രെയിന് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. ഇതിന് 4 ജനറൽ കമ്പാർട്ട്മെൻറ്റിനാണ് ഈ നേത്രാവതി എക്സ്പ്രസ്സിനുള്ളത്. ജനറൽ കമ്പാർട്ട്മെൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ UR അൺറിസർവ്ഡ് ആയിട്ടുള്ള കോച്ചസ്, നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം. പക്ഷെ അത്യാവശ്യം തിരക്ക് കാണും. 4 എണ്ണമാണ് ഉള്ളത്. ഈ ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ 2 എണ്ണവും ബാക്കിൽ 2 എണ്ണവും. സ്ലീപ്പർ കോച്ചസ് വരുന്നത് 8 എണ്ണമാണ്. അത് S1 മുതൽ S8 വരെ നമുക്ക് കൺഫേം ആയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കിടന്നൊക്കെ പോവാം സുഖമായിട്ട്. സ്ലീപ്പറിൽ 8 എണ്ണം ഉണ്ട്. പിന്നെ ഇങ്ങോട്ട്, അതായത് ഈ കേരളത്തിൽ നിന്ന് ബൈന്ദൂർ പോകാനാണെങ്കിലും തിരിച്ചു വരാനാണെങ്കിലും സ്ലീപ്പർ തന്നെയാണ് കേട്ടോ നല്ലത്. നമുക്ക് ഈ നോർത്തിലോട്ടൊന്നും പോകുന്ന ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഈ ട്രെയിനിൽ നമുക്ക് ഉണ്ടാവില്ല. നല്ല സമാധാനപരമായ അന്തരീക്ഷവും നല്ല വൃത്തിയൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത്. അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല. സ്ലീപ്പർ 8 കോച്ചസ് ഉണ്ട്. അപ്പോൾ സ്ലീപ്പറിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. AC കോച്ചസ് വരുന്നത് 7 എണ്ണമാണ്. ഓക്കെ, അതിൽ തേർഡ് എക്കണോമി 1 എണ്ണം ഉണ്ട്. തേർഡ് AC വരുന്നത് 4 എണ്ണമാണ്. സെക്കൻഡ് AC 2 എണ്ണം. തേർഡ് എക്കണോമി എന്ന് പറയുമ്പോൾ നമുക്ക് ട്രെയിനിൻ്റെ പുറകിലായിട്ട് M1 എന്ന് കാണാനായി സാധിക്കും. തേർഡ് AC എന്ന് പറയുമ്പോൾ 4 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അത് B1 മുതൽ B4 വരെയും. സെക്കൻഡ് AC വരുന്നത് 2 എണ്ണം. അത് A1ഉം A2ഉമാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റും കൂടെ ഒന്ന് പറഞ്ഞു തരാം. തിരുവനന്തപുരം സെൻട്രൽ നിന്നും ആരംഭിക്കുന്നത് കൊണ്ട് തിരുവനന്തപുരം സെൻട്രൽ നിന്നും ബൈന്ദൂർ വരെ ഉള്ളത് ഞാൻ പറയാം. ബാക്കി അങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ ഈ പറഞ്ഞതിനെക്കാട്ടി എന്തായാലും കുറവായിരിക്കും. അത് നമ്മളെ യുക്തി ഒന്ന് അനുസരിച്ച് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. വെറുതെ എല്ലാ സ്ഥലങ്ങളുടെ ടിക്കറ്റ് ചാർജും പറയാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കരമായിട്ട് കൂടുതൽ ആയിപ്പോവും. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റത്തില്ല. അപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ നിന്നും ബൈന്ദൂർ മൂകാംബിക റോഡ് വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ജനറലിന് വരുന്നത് 260 രൂപയും സ്ലീപ്പറിന് 440 രൂപയും തേർഡ് എക്കണോമിക്ക് 1070 രൂപയും തേർഡ് AC ക്ക് 1160 രൂപയും സെക്കൻഡ് AC ക്ക് 1645 രൂപയുമാണ്. ഓക്കെ, ഇനി മൂകാംബിക ക്ഷേത്ര ദർശന സമയം എന്ന് പറയുന്നത് എല്ലാ ദിവസവും പുലർച്ചെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ്. ഉച്ചയ്ക്ക് 1:30 ക്ഷേത്രം അടച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് 3 മണിക്കാണ് അമ്പലം തുറക്കുന്നത്. 3 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ് പിന്നെ ക്ഷേത്ര ദർശനം. ഈ വെളുപ്പിനെ 5 മണിക്ക് ക്ഷേത്രം തുടങ്ങുമല്ലോ, ആ 5 മണി തൊട്ടൊരു 6:30 വരെയുള്ള ടൈമിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷമായിരിക്കും. നല്ലൊരു ദർശനം നിങ്ങൾക്ക് ആ ഒരു സമയത്ത് കിട്ടാനായി സാധിക്കും. ഫെസ്റ്റിവൽ ദിവസം അല്ലെങ്കിൽ വലിയ തിരക്കൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ ആ ഒരു സമയം ബെറ്ററാണ്. നിങ്ങൾക്ക് മിക്ക സമയത്തും ആ ഒരു സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ വലിയ തിരക്ക് അനുഭവിക്കാതെ നിങ്ങൾക്ക് നല്ലൊരു ദർശനം കിട്ടും. അതുപോലെ തന്നെ വൈകിട്ട് അമ്പലം തുറക്കുമല്ലോ 3 മണിക്ക്. 3 മണി തൊട്ട് 9 മണി വരെയാണ് പിന്നീടുള്ള ദർശനം വൈകുന്നേരം. ആ 3 മണിക്ക് നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരിക്കും. ഒരു 4:30 വരെ സമാധാനപരമായ ഒരു അന്തരീക്ഷമായിരിക്കും. നല്ല രീതിയിൽ ഈ സമാധാനപരം എന്നുള്ള അന്തരീക്ഷം എന്ന് ഞാൻ എടുത്തു പറയാൻ കാര്യം തിരക്കില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഇനി നിങ്ങൾ ചില ആൾക്കാർ തെറ്റിദ്ധരിക്കും, അതെന്താ അമ്മയുടെ ഒരു സന്നിധിയിൽ ഇങ്ങനെ പ്രത്യേക സമയങ്ങളുണ്ടോ സമാധാനത്തിന്? അമ്മയുടെ സന്നിധിയിൽ നമുക്ക് എപ്പോഴും സമാധാനം. അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അമ്മയുടെ തിരുസന്നിധിയിൽ പോകുന്നത്. ഞാൻ ഈ തിരക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഞാനിപ്പോൾ പോയി ദർശനമൊക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞത്. അപ്പോൾ ഈ 3 മണിക്കുള്ള ഈ ഒരു ദർശനവും നന്നായിട്ട് നിങ്ങൾക്ക് നടക്കും. വെളുപ്പിനുള്ള ദർശനവും നടക്കും. പിന്നെന്താ, അമ്മയുടെ പ്രസാദം കഴിക്കാൻ മാക്സിമം ശ്രമിക്കുക. രാവിലെ ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ വഴിപാട് കൗണ്ടറിൻ്റെ അടുത്ത് നിന്ന് ത്രിമധുരം കിട്ടും. അത് മേടിക്കുക. 50 രൂപയേ ഉള്ളൂ. നല്ലതാണ്, അത് കഴിക്കണം. പിന്നെ കഴിഞ്ഞാൽ അമ്മയുടെ സന്നിധിയിലായിട്ട് തന്നെ അന്നദാനമുണ്ട്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണി തൊട്ട് 2:30 വരെയും രാത്രി 8 മണി തൊട്ട് 9:30 വരെയാണ് അമ്മയുടെ അന്നദാനം. ഉച്ചക്കലത്തെ പ്രസാദമായിട്ട് ആ 12 മണി തൊട്ട് 2:30 വരെ കൊടുക്കുന്നത് കഴിക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് രാത്രി 8:45 ഔഷധ കഷായം കൊടുക്കും. അത് ഭയങ്കര പുണ്യമായൊരു സാധനമാണ്. അതൊക്കെ കഴിക്കുക.
പിന്നെ ഈ നമ്മൾ ദർശനമൊക്കെ നടത്തുക, പിന്നെ മാക്സിമം സമയം സന്നിധിയിൽ ഇരിക്കുക എന്നൊക്കെ ഉള്ളതാണ് മൂകാംബിക ക്ഷേത്ര ദർശനമായിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ കുടജാദ്രി പോകാൻ പ്ലാനുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം, അതും ചെയ്യാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ട്രെയിനിൻ്റെ വിവരം മാത്രം പറയുമ്പോൾ നമ്മൾ മുഴുവനും പറയണമല്ലോ മൂകാംബിക അമ്മയുടെ. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അതും കൂടെ നിങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് കേട്ടോ. ഇനി നമ്മുടെ ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 163:45 ആയിട്ട് എല്ലാ ദിവസവും തിരിച്ചും സർവീസ് ഉണ്ട്. തിരിച്ച് സർവീസ് നടത്തുമ്പോൾ ട്രെയിൻ എല്ലാ ദിവസവും രാവിലെ 11:40 മുംബൈ ലോക്മാന്യ തിലക് ടെർമിനൽസിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞാൽ അർദ്ധരാത്രി 1:50 ബൈന്ദൂർ സ്റ്റേഷനിലേക്ക് എത്തുന്നത് കേട്ടോ. തിരിച്ചും ഈ ട്രെയിൻ എത്തുന്നത് അർദ്ധരാത്രി തന്നെയാണ് നമ്മുടെ ബൈന്ദൂർ സ്റ്റേഷനിൽ എല്ലാ ദിവസവും. അപ്പം നിങ്ങൾ തിരിച്ചുള്ള യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ രാത്രി 1:50 മുമ്പ് ബൈന്ദൂർ സ്റ്റേഷനിൽ എത്താനായി ശ്രമിക്കുക കേട്ടോ. ഒരു 10 മണി 9:30 ആകുമ്പോഴത്തേക്കും അവിടുത്തെ ലാസ്റ്റ് ബസ് സമയം കഴിയുമായിരിക്കും. അപ്പോൾ തിരിച്ചും ടാക്സി ആണെങ്കിൽ അങ്ങനെ. ഇനി അതല്ല കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വെയിറ്റ് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇവിടെ AC വെയിറ്റിംഗ് ഹോളും നോർമൽ വെയിറ്റിംഗ് ഹോളും ഒക്കെ നമ്മുടെ എവിടെ ഉണ്ട്, ഈ ബൈന്ദൂർ മൂകാംബിക സ്റ്റേഷനിലുണ്ട്. AC വെയിറ്റിംഗ് ഹോളിന് മണിക്കൂറിന് 59 രൂപയാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. നല്ലതാണ്, അത്യാവശ്യം ക്ലീൻ ആൻഡ് നീറ്റാണ്. പക്ഷേ ചെറുതാണ്, നല്ല വൃത്തിയുള്ള ബാത്റൂമും എല്ലാം ഉണ്ട് ലേഡീസിനും ജെൻസിനും. പക്ഷേ എന്ത് ചെയ്യാനാ, 59 രൂപയാണ് ഒരു മണിക്കൂർ. അതല്ല നോർമൽ വെയിറ്റിംഗ് ഹാൾ ആണെങ്കിൽ അതും ഉണ്ട്, നല്ല വൃത്തിയും ക്ലീനൊക്കെയാണ്. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് എന്താണോ ആ സമയത്ത് ആവശ്യം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ വീഡിയോയിലൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും അർദ്ധരാത്രി 1:50 തിരിച്ചുള്ള നമ്മുടെ നേത്രാവതി ബൈന്ദൂർ മൂകാംബിക സ്റ്റേഷനിൽ എത്തുന്നത്. പിന്നെ 2:20 കുന്താപുര സ്റ്റേഷൻ, വെളുപ്പിനെ 3 മണിക്ക് ഉടുപ്പി, 3:50 സുരത്കല്ല്, 4:20 മാംഗ്ലൂർ ജംഗ്ഷൻ കഴിഞ്ഞാൽ നമ്മുടെ കേരളം വെളുപ്പിനെ 5 മണിക്ക് തുടങ്ങും, കാസർഗോഡ് എത്തുന്നതാണ്. 5:20 കാഞ്ഞങ്ങാട്, 5:35 നീലേശ്വരം, 5:40 ചെറുവത്തൂർ, 5:50 പയ്യന്നൂർ, 6:10 കണ്ണപുരം, 6:30 കണ്ണൂർ, 6:50 തലശ്ശേരി, 7:20 വടകര, 8:10 കോഴിക്കോട്, 8:30 പരപ്പനങ്ങാടി, 8:50 തിരൂര്, 9:10 കുറ്റിപ്പുറം, 10:15 ഷൊർണൂർ ജംഗ്ഷൻ, 11 മണിക്ക് തൃശ്ശൂർ, 12 മണിക്ക് ആലുവ, 12:30 എറണാകുളം ജംഗ്ഷൻ, 1:10 ചേർത്തല, 2 മണിക്ക് ആലപ്പുഴ, 2:15 അമ്പലപ്പുഴ, 2:35 ഹരിപ്പാട്, 3:05 കായംകുളം ജംഗ്ഷൻ, 3:20 കരുനാഗപ്പള്ളി, 4:10 കൊല്ലം ജംഗ്ഷൻ, 4:50 വർക്കല ശിവഗിരി, 6:20 തിരുവനന്തപുരം സെൻട്രൽ. ഇങ്ങനെയാണ് ഈ ഒരു ട്രെയിനിൻ്റെ ഇങ്ങോട്ടുള്ള സമയം. അപ്പോൾ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ സമയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ വ്യത്യാസമൊക്കെ വരാം. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലെ വണ്ടികളാണല്ലോ, ചില സമയങ്ങളിൽ ലേറ്റായിട്ടൊക്കെ ഓടും. എന്നാലും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഒറ്റ ട്രെയിനെ നമുക്ക് ഡയറക്റ്റ് എല്ലാ ദിവസവും പോകാനും വരാനുമായിട്ട് ഉള്ളൂ. അപ്പോൾ ഈ ഒറ്റ മൈൻഡുള്ളവർക്ക് എങ്ങനെയെങ്കിലും മൂകാംബിക അമ്മയുടെ സന്നിധിയിൽ എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു ട്രെയിൻ ഒരു ഉപകാരപ്രദം തന്നെയാണ്. ആകെ ഒരു സങ്കടമെന്ന് പറയാനായിട്ട് നമ്മൾ അർദ്ധരാത്രിയാണ് എത്തുന്നത്, നമുക്ക് ടാക്സി അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതാണ് എല്ലാം കൂടി ഒത്തുചേർന്ന് നമുക്കൊരു ഇതും കിട്ടത്തതുമില്ല എന്നുള്ളതും ഒരു സത്യാവസ്ഥയാണെന്ന് പറയുന്നത് പോലെ ഇതും ഇങ്ങനെയും പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ട്രെയിൻ തീർച്ചയായും നല്ല രീതിയിൽ ഉപകാരപ്രദമാവും കേട്ടോ. അതുപോലെ തന്നെ സ്റ്റേ ഒന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു ട്രെയിൻ നല്ല രീതിയിൽ ഉപകാരപ്രദമായിട്ട് ദർശനം കഴിഞ്ഞിട്ട് വൈകിട്ടും കുറേ നേരം അമ്മയുടെ സന്നിധിയിൽ ഇരുന്നിട്ട് ഇതേപോലെയൊക്കെ ഇങ്ങനെ വരാനായിട്ട് സാധിക്കും. പിന്നെ ഈ ക്ഷേത്രത്തിന് ചുറ്റുപാടും ധാരാളം നല്ല ഹോട്ടലുകളുണ്ട്, നല്ല ഫുഡ് കിട്ടുന്ന. അതിൻ്റെ ചിലവുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വലുതാണെന്നും പറയാൻ പറ്റില്ല, ഒരുപാട് ചെറുതാണെന്നും പറയാൻ പറ്റില്ല. ഒരു മീഡിയം റേഞ്ചിലാണ്. നല്ല ഫുഡാണ്, നല്ല ചായയാണ്, കടികളാണെങ്കിലും പിന്നെ ഈ പറഞ്ഞ ചപ്പാത്തി ആണെങ്കിലും പൂരി ആണെങ്കിലും മസാല ദോശ ആണെങ്കിലും നെയ് റോസ്റ്റ് ആണെങ്കിലും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പം മൂകാംബികയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും അമ്മ വിളിക്കട്ടെ. ഞാനും പോയപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്, എല്ലാവർക്കും നല്ലതേ വരത്തുള്ളൂ. അപ്പോൾ എല്ലാവരും, അതായത് ഒരുപാട് ആഗ്രഹിച്ചിട്ട് പോകാൻ ആഗ്രഹിക്കാത്തവർക്കും ഇനി പോയിട്ട് വീണ്ടും പോകാനായി ആഗ്രഹിക്കുന്നവർക്കും എത്രയും പെട്ടെന്ന് തന്നെ അമ്മയുടെ സന്നിധിയിലേക്ക് എത്തിച്ചേരാനായി സാധിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ദർശനം ലഭിക്കാൻ സാധിച്ചാൽ അതൊരു മഹാഭാഗ്യം തന്നെയാണ്. കാരണം തിരക്ക് കുറവായിരിക്കും. പിന്നെ അമ്മയുടെ അന്നദാനം കഴിക്കുക, അതൊക്കെ കഴിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും ക്യൂ നിന്ന് നമുക്ക് നല്ലതുപോലെ കഴിക്കാനായിട്ട് പറ്റും. പിന്നെ ഔഷധ കഷായം മേടിച്ച് കുടിക്കാനായി മറന്നു പോകരുത് കേട്ടോ. കയ്യിലൊരു ചോറ്റുപാത്രം, പ്ലാസ്റ്റിക് ഒഴിച്ച് ബാക്കി എന്തെങ്കിലും ചോറ്റുപാത്രമോ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മേടിച്ച് കൊണ്ടുപോകാവുന്നതാണ്, കുടിക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് നടന്നു പോകുന്ന ദൂരേ ഉള്ളൂ സൗഭർണിക നദിയിൽ. പക്ഷേ ഓട്ടോ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. 40 രൂപ കൊടുത്താൽ അവർ ഓട്ടോയ്ക്ക് കൊണ്ടുപോകും, തിരിച്ചും 40 രൂപയാവും. അവിടെ പോവുക, ഒന്ന് കുളിക്കാൻ പറ്റുമോ കുളിക്കുക, കുളിച്ച് ഡ്രസ്സ് മാറാനുള്ള എല്ലാ സംവിധാനവും സൗഭർണിക നദിയിലുണ്ട്. അവിടെ ധാരാളം മീനുകളുണ്ട്. വെള്ളം ഇപ്പോൾ കുറവാണ്, ധാരാളം മീനുകൾ എന്നിരുന്നാലും ഉണ്ട്. ആ മീൻ ഭക്ഷിക്കാനായിട്ട് എന്തെങ്കിലും പൊരി കൊടുക്കുക. ഞാൻ പൊരിയൊക്കെ കയ്യിൽ വെച്ചിരുന്നു, പൊരിയൊക്കെ കൊടുത്തു. ആ മീൻ അത് ഇഷ്ടംപോലെ ഒന്ന് കഴിച്ചു.
ഇപ്പോൾ കുളിക്കാം, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇന്ന സ്ഥലം വരെ പോകാവൂ എന്നൊക്കെ ഉണ്ട്. എന്നാലും വെള്ളം കുറവാണ്. അപ്പം മൂകാംബിക ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ ആദ്യം സൗപർണിക സ്നാനം ചെയ്യുക എന്നൊരു എന്താ പറയുന്ന ഒരു ഐതിഹ്യങ്ങളിലും പുരാണങ്ങളിലൊക്കെ പറയുന്ന ഒരു രീതിയാണ്, അതൊരു പ്രക്രിയയാണ്, ഒരു സമ്പ്രദായമാണത്. സൗപർണിക നദിയുടെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്കൊരു വിനായക കോവിലൊക്കെ കാണാം. ആ വിനായക കോവിൽ ഭഗവാനെയും പ്രാർത്ഥിച്ച് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ നന്ദി പറഞ്ഞിട്ട് നേരെ കിഴക്കേ നട വഴി നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് പ്രവേശിക്കുമ്പം അവിടെ ഒരു ബലമുറി ഭഗവാൻ ഗണപതിയുണ്ട്. ആ ഗണപതി ഭഗവാനും നന്ദി പറഞ്ഞിട്ട് വേണം നമ്മൾ അകത്തേക്ക്, കിഴക്കേ നട വഴി അകത്തേക്ക് പ്രവേശിച്ചങ്ങോട്ട് വരുമ്പോൾ അമ്മയുടെ 2 ദ്വാരപാലകരെ ഇടതും വലതും ഒക്കെ ആയിട്ട് കാണാം. അവരെ രണ്ടിനെയും തൊഴുത് നന്ദി പറഞ്ഞ് ദീപസ്തംഭവും കൊടിമരവും തൊഴുതിട്ട് വേണം നാലമ്പല ദർശനത്തിനായിട്ട് ഉള്ളിൽ കയറാൻ. മൂകാംബിക ക്ഷേത്ര ദർശനം എങ്ങനെ സമ്പൂർണ്ണമാക്കാം, ഏത് രീതിയിലാണ് തൊഴേണ്ടത് എന്നതിനെ പറ്റിയിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഓൾറെഡി ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനെക്കാട്ടി വൃത്തിയായിട്ട് ഞാൻ ആ ഒരു വീഡിയോയിൽ അതിനെപ്പറ്റി മാത്രമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുവാൻ മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായി അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം